ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ വിശുദ്ധ പകൽക്കാലം കർത്താവിന്റെ വചനവുമായി നിൽപ്പാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ദൈവം നമ്മെ എല്ലാം പരിപാലിച്ചു, സൂക്ഷിച്ചു. വരാമത് അനർത്ഥങ്ങൾ, അപകടങ്ങൾ ഇതെല്ലാം സൂക്ഷിച്ച വലിയ വിധങ്ങൾക്കായി ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുമല്ലോ. കഴിഞ്ഞ ദിവസം എന്നോടുകൂടി ബൈബിൾ കോളേജിൽ പഠിച്ചതിൻ്റെ ഒരു സ്നേഹിതൻ വാഹനാപകടത്തിൽ കർത്താവിൻ്റെ സന്നിധിയിൽ ചേർക്കപ്പെടുവാനിടയായിരുന്നു. അദ്ദേഹം കർത്തൃ ശുശ്രൂഷയിൽ ശക്തമായ നിലയിൽ കർത്താവിന് വേണ്ടി കുറഞ്ഞ കാലമേ കർത്താവിൻ്റെ വേലയിൽ നിന്നുള്ളൂവെങ്കിലും വളരെ ശക്തമായി അദ്ദേഹത്തിന് വേല തിരിച്ച് പോകുവാനിടയായിരുന്നു. അത് ഹൃദയത്തിന് കേട്ടപ്പോൾ ഒരു പ്രയാസമൊക്കെ ആയിരുന്നെങ്കിലും പിന്നെ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തീകരിക്കുവാനിടയായിരുന്നു. കാരണം കർത്താവിൻ്റെ വേല തിരിച്ച് അക്കരെ നാട്ടിലെത്തുവാൻ ദൈവം ഈ ചെറുപ്രായത്തിൽ തന്നെ ദൈവം സഹായിച്ചോർത്ത് സ്തോത്രം ചെയ്യുന്നു. തൻ്റെ ദുഃഖത്തിലായിരിക്കുന്ന ഭവനത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. ഞങ്ങൾ അവരുടെ ഹൃദയത്തിൽ ദൈവം ആശ്വാസവും വിടുതലും എല്ലാം മാതാവിനും പിതാവിനും സഹോദരിക്കും കുടുംബത്തിനും ഒക്കെ ലഭിക്കേണ്ടതിന് നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കണമേ എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് ദൈവവചന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട സങ്കീർത്തനം 34 നമ്മൾ വായിച്ചു കേട്ടത്. അതിന്റെ തലക്കെട്ടിൽ കാണുന്നത് ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം എന്ന് കാണുന്നു. നമുക്ക് ദാവീദിനെ കുറിച്ച് ഈ ദിവസങ്ങളിലെല്ലാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദാവീദിനെ കുറിച്ചാണ്. ദാവീദിന്റെ ജീവിതത്തിൽ ദാവീദിന് പലവിധമാകുന്ന പ്രതിസന്ധികൾ ഒന്നിനു പുറകെ ഒന്നായി നേരിട്ട ഒരു മനുഷ്യനാണ് ദാവീദ്. പല സമയങ്ങളിൽ ഈ ദാവീദ് മരുഭൂമിയിലേക്കൊക്കെ ഓടിപ്പോകേണ്ട അവസ്ഥകൾ വന്നു. പല പ്രാവശ്യം അനേക പ്രതികൂലങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീർന്നു. എന്നാൽ ഇപ്പോൾ തനിക്ക് പ്രതികൂലം നേരിട്ടത് ശൗല് നിമിത്തമാണ്. ശൗല് അവിടെ രാജാവായി, ഇസ്രായേലിന്റെ രാജാവായിട്ടിരിക്കുമ്പോൾ ദാവീദിനെ കൊല്ലുവാൻ ശൗല് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതറിഞ്ഞ ദാവീദ് ഫെലിസ്ത്യ ദേശത്തേക്ക് ഓടിപ്പോകുവാനിടയായിത്തീർന്നു. ദാവീദിന്റെ കഴിഞ്ഞകാല ജീവിതം നമ്മൾ പഠിക്കുമ്പോൾ അറിയാം. ഫെലിസ്ത്യ മല്ലനായ ഗോലിയാത്തിനെ തോൽപ്പിച്ച് കൊന്നുകളഞ്ഞത് ദാവീദ് മുഖാന്തരമാണ് ഫെലിസ്ത്യരെ ജയിക്കുവാൻ ഇസ്രായേലിന് കഴിഞ്ഞത്. അങ്ങനെ ആ ഫെലിസ്ത്യർക്ക് ദാവീദിനെ നല്ലവണ്ണം അറിയാം. അങ്ങനെയുള്ളൊരു സ്ഥലത്തേക്ക് ദാവീദ് ഓടിപ്പോകുവാൻ ഇടയായിത്തീർന്നു. അങ്ങനെ ഓടിപ്പോകുന്ന അവസരത്തില് അവിടെ ഉള്ളവർക്ക് മനസ്സിലായി ഇത് ദാവീദാണ്, ഇസ്രായേലിന്റെ യോദ്ധാവായിട്ടുള്ള ദാവീദാണ് ഈ വരുന്നതെന്ന് മനസ്സിലായപ്പോൾ അവർ ദാവീദിനെ പിടിക്കുവാനിടയായിത്തീർന്നു. അവർ ദാവീദിനെ പിടിച്ചിട്ട് അവിടുത്തെ രാജാവായിരുന്ന ആഗീഷ് എന്ന് പറയുന്ന രാജാവിന്റെ മുമ്പിലേക്ക് കൊണ്ടുപോകാനിടയായിത്തീർന്നു. ഇവിടെ നമ്മൾ കാണുന്നത് അബീമേലെക്ക് എന്ന് കാണുന്നത് രാജാവിന്റെ ഒരു പദവിയെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ ഈജിപ്തിലെയൊക്കെ രാജാക്കന്മാരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് ഫറവോൻ എന്ന് പേര് കിടക്കുന്ന അവരുടെ ടൈറ്റിലാണ്. അതുപോലെ അബീമേലെക്ക് എന്ന് പറയുന്നത് ഒരു സ്ഥാനപ്പേര് മാത്രമാണ്. അങ്ങനെ ഈ ആഗീഷ് രാജാവിന്റെ മുമ്പിൽ നിന്ന് ദാവീദിനെ ആഗീഷ് രാജാവിന്റെ അടുക്കിലേക്ക് അവിടെയുള്ള പട്ടാളക്കാര് പിടിച്ചുകൊണ്ടുവന്ന് ചെന്നിട്ട് പറഞ്ഞു ഇത് ദാവീദാണെന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ യോദ്ധാവാകുന്ന ദാവീദാണെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് 1 ശമൂവേൽ 21 അധ്യായത്തിൽ അതിന്റെ 15 തൊട്ടുള്ള വാക്യങ്ങളൊക്കെ നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അവിടെ ദാവീദ് എന്തോ ചെയ്തെന്ന് വെച്ചാൽ ബുദ്ധിഭ്രമം നടിക്കുവാനിടയായിത്തീർന്നു. അവൻ ആ ഭിത്തിയിലൊക്കെ കൈകൊണ്ട് വരയ്ക്കുവാനിടയായിത്തീർന്നു. വായിൽ നിന്ന് തുപ്പലിങ്ങനെ ഒളിപ്പിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ ആ രാജാവിന്റെ മുമ്പിൽ കൂടി നടക്കുവാനിടയായിത്തീർന്നപ്പോൾ രാജാവ് അവിടെ പിടിച്ചുകൊണ്ട് വന്നവരോട് ചോദിച്ചു, നിങ്ങൾ ഈ ഭ്രാന്തനെ എന്തുകൊണ്ട് ഇങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നു? ഇതെന്റെ അരമനയാണെന്ന് അറിയത്തില്ലയോ? ഇവിടെ വേറെ ഭ്രാന്തന്മാരുടെ എണ്ണം കുറവായിട്ടാണ് ഇവരെയും കൂടെ നിങ്ങൾ പിടിച്ചുകൊണ്ട് വന്നെന്ന് ചോദിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ ആഗീഷ് രാജാവിന്റെ മുമ്പിൽ നിന്ന് ദാവീദ് എന്തോ ചെയ്യുവാനിടയായിത്തീർന്നു. ദൈവം ഒരു വിടുതൽ കൊടുക്കുവാനിടയായിത്തീർന്നു. അവനെ എന്തോ ചെയ്ത് ദാവീദിനെ ആട്ടിക്കളവാനിടയായിത്തീർന്നു. അങ്ങനെ ദാവീദ് അവിടെ നിന്ന് വിടുതൽ പ്രാപിച്ച് ഓടിപ്പോയപ്പോൾ പാടിയ ഒരു സങ്കീർത്തനമാണ് നാം ഇവിടെ വായിച്ചു കേട്ട ഈ സങ്കീർത്തനത്തിന്റെ ഓരോ വാക്യങ്ങളും. അതിന്റെ 1-ാമത്തെ വാക്യവും 2-ാമത്തെ വാക്യവും നമുക്കൊന്ന് വായിക്കാം. ഇവിടെ ദാവീദ് ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവുമേലിരിക്കുമെന്ന് പറഞ്ഞു. ആദ്യം തന്നെ ദൈവത്തിന് മഹത്വം കൊടുത്തുകൊണ്ട് ഈ സങ്കീർത്തനം തുടങ്ങുവാനിടയായി തീർന്നു. എന്നിട്ട് പറയുന്നത് എന്റെ ഉള്ള യഹോവയിൽ പ്രശംസിക്കുന്ന എളിയവർ അത് കേട്ട് സന്തോഷിക്കും. പ്രശംസിക്കുന്നത് എളിയവര് ദൈവത്തിന്റെ ആ വിടുതലിനെ കുറിച്ച് ഓർത്ത് പ്രശംസിക്കണമെന്ന ദാവീദ് ഇവിടെ പറവാനിടയായി തീർന്ന. മറ്റൊന്നിനും പ്രശംസിക്കുകയല്ല, ദൈവം കൊടുത്ത വിടുതലിലേക്ക് നോക്കിക്കൊണ്ട് മാത്രം
പ്രശംസിക്കുവാൻ പറയുന്നു. കാരണം മാനുഷിക ജീവിതത്തിൽ ഏത് നിമിഷവും എന്തെല്ലാം വരുമെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ മുമ്പിലുള്ള സകലത്തെയും വിട്ട് നമ്മൾ ദൈവത്തിൽ മാത്രം പ്രശംസിച്ച് ഏത് കാലത്തും ദൈവത്തെ നമ്മൾ ആരാധിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പറയുന്നത്, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. ഏത് കാലം എൻ്റെ ജീവിതത്തിൽ വന്നാലും എനിക്ക് പ്രശ്നമല്ല. അനേകം അനർത്ഥത്തിന്റെ കാലങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അനേക കഷ്ടത്തിന്റെ രാത്രികൾ ദാവീദിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. അനേക പ്രതിസന്ധിയുടെ കാലങ്ങൾ ദാവീദിന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നെല്ലാം പിടിപ്പിക്കുന്ന ഒരു ദൈവം ഉള്ളതുകൊണ്ട് ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തുമെന്നാണ് ദാവീദ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കും പറവാൻ കഴിയണം. ഏത് കാലത്തിൽ നമ്മളെ ദൈവം ഏത് പ്രതിസന്ധി കൂടെ വിടുമ്പോഴും, ഏത് കണ്ണുനീരിന്റെ അവസ്ഥയിൽ കൂടെ വിടുമ്പോഴും, ഏത് ഇരുട്ടിന്റെ അവസ്ഥകൾ കൂടെ വിടുമ്പോഴും ദൈവത്തെ തള്ളി പറയാതെ പിറുപിറുക്കാതെ യോബിനെ പോലെ ഭക്തി മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കുവാൻ നമുക്കും കഴിയണം. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞതുപോലെ നമുക്ക് പറവാൻ കഴിയണം, ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവുമേലിരിക്കും. അങ്ങനെ പറവാൻ കഴിയുന്ന ഒരു ദൈവവൈദ്യന് മാത്രമേ കഷ്ടങ്ങളിൽ പതറിപ്പോകാതെ, തകർന്നു പോകാതെ, വീണു പോകാതെ ഉറച്ചു നിൽക്കാൻ കഴിയത്തുള്ളെന്ന് ഈ സങ്കീർത്തനം നമ്മളെ പഠിപ്പിക്കുന്നത്. ദാവീദിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അനേകം പ്രതിസന്ധികൾ തന്റെ ഭവനം മുതൽ, തന്റെ ജന്മം മുതൽ, ഭവനം മുതൽ ഇങ്ങനെ പലവിധമാകുന്ന ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ താൻ നേരിട്ടതായിട്ട് തനിക്കെതിരെ എല്ലാം തരണം ചെയ്യുവാൻ ദൈവം പ്രത്യേക ഒരു അഭിഷേകം ദൈവം കൊടുത്തിട്ടുണ്ടായിരുന്നു. താൻ ബാലനായിരിക്കുമ്പോൾ മുതൽ ദൈവത്തിന്റെ പ്രത്യേകമാകുന്ന പദ്ധതിയിൽ, ദാവീദ് ജനിക്കുന്നതിന് മുമ്പേ തന്നെ ദൈവത്തിന്റെ പ്രത്യേക പദ്ധതി, ദൈവം തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മനുഷ്യനാണ്, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു ദാവീദ്. അതുകൊണ്ട് ദൈവത്തിന്റെ വേലയിൽ നിൽക്കുമ്പോഴും, നമ്മൾ ദൈവസന്നിധിയിൽ ആത്മീയരായിട്ട് നിൽക്കുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഇല്ലെന്ന് നമ്മൾ വിചാരിക്കരുത്. അനേക പ്രതിസന്ധികൾ തരണം ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ വിശ്വാസ പോർക്കളത്തിൽ അല്ലെങ്കിൽ ഈ ആത്മീയ യുദ്ധക്കളത്തിൽ നമുക്ക് നിൽക്കുവാൻ കഴിയത്തുള്ളൂ. ദാവീദിനെ പോലെ ശക്തമായി നിൽക്കുവാൻ, ദൈവത്തോട് നിലവിളിക്കുവാനൊക്കെ ഇടയായി തീരണം. ഈ സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്നെ വിടുവിച്ചെന്ന് ദാവീദ് പറവാനിടയായി തീർന്നു. ദാവീദിന്റെ ജീവിതത്തിലുള്ള ഭയങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള ശത്രുക്കളാലുള്ള ഭയങ്ങളായിരുന്നു തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പല പ്രാവശ്യം ശത്രുക്കള്, ഫെലിസ്ത്യര്, അങ്ങനെ പലവിധമാകുന്ന ശത്രുക്കള് എന്ന് വേണ്ട ഇസ്രായേലിൽ തന്നെയുള്ള ശൗല് പോലും തനിക്കെതിരായി നിന്നു. അങ്ങനെ തന്റെ ജീവനോട് പോരാടുവാൻ അവര് തയ്യാറായപ്പോൾ അവിടെയെല്ലാം ദാവീദ് എന്തോ ചെയ്യുന്നറിയാവോ? ഭയപ്പെടുവാനിടയായി തീർന്നു. ഏത് മനുഷ്യന്റെ ജീവിതത്തില് ഭയങ്ങളെ കടന്നു വരുവാനിടയായി തീർന്നു. എന്നാൽ നമ്മൾ ഒന്നോർക്കണം, ഭയങ്ങൾ നമ്മളെ മുക്കിക്കളയത്തില്ല, ഭയത്തിന് നമ്മളെ തകർക്കാൻ കഴിയത്തില്ല. ഇവിടെ കാണുന്നത് ഇങ്ങനെ ഒരു ഭയം ഉണ്ടായപ്പോൾ ദാവീദ് എന്തോ ചെയ്യുന്നത്? യഹോവയോട് അപേക്ഷിച്ചു, യഹോവയോട് പ്രാർത്ഥിക്കുവാനിടയായി തീർന്നു, യഹോവയോട് നിലവിളിക്കുവാനിടയായി തീർന്നു. ദൈവസന്നിധിയിൽ പോയി നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ദൈവം വലിയ വിടുതലുകളെ കൊടുക്കും. അതുകൊണ്ട് എന്തോ സംഭവിച്ചു? ദൈവത്തോട് ഉറക്ക നിലവിളിക്കുവാനിടയായി തീർന്നപ്പോൾ അവൻ എനിക്ക് ഉത്തരമരുളി. ദൈവം ഉത്തരമരുളുന്ന ദൈവമാണെന്ന് ആ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. നമ്മൾ സേവിക്കുന്ന ദൈവത്തിന്റെ അടുക്കലേക്ക് നമ്മൾ നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കൊണ്ട്, നമ്മുടെ ഭാരങ്ങൾ കൊണ്ട്, പ്രയാസങ്ങൾ കൊണ്ട് കടന്നു വന്ന് കണ്ണുനീരോടെ, നിലവിളിയോടെ, രാവും പകലുമില്ലാതെ ദൈവസന്നിധി പ്രാർത്ഥിച്ചാൽ ഈ ലോകം തരാത്ത സമാധാനവും ലോകം തരാത്ത വിടുതലും ആർക്കും വിടുവിക്കാൻ കഴിയാത്ത ഏത് വിഷയത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ സർവശക്തനാകുന്ന ദൈവത്തിന് കഴിയുമെന്നാണ് ഈ ദൈവത്തിന്റെ വചനം പറയുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, ഞാൻ യഹോവയോട് അപേക്ഷിച്ച് അവൻ എനിക്ക് ഉത്തരമരുളി, എന്റെ സകല ഭയങ്ങളിൽ നിന്ന് എന്നെ വിടുവിച്ചെന്ന് പറവാനിടയായി. ഒരു ഭയമല്ല, ഒരു വിഷയമല്ല, തന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങൾ, എന്തെല്ലാം ഭയങ്ങൾ തന്നെ അലട്ടിക്കൊണ്ടിരുന്നോ ആ സകല ഭയങ്ങളിൽ നിന്ന് ദൈവം എന്തോ ചെയ്തു? ദാവീദിനെ വിടുവിക്കുവാനിടയായി തീർന്നു. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ലെന്നാ പറയുന്നത്. ദൈവത്തിങ്കിലേക്ക് നോക്കിയവരുടെ മുഖമെല്ലാം പ്രകാശിതമായ മുഖമാണ്. അവരൊരിക്കലും ലജ്ജിച്ചു പോകുന്നില്ല. ലോകം നമ്മളെ നോക്കും, ഇവൻ എപ്പോൾ ലജ്ജിച്ചു പോകാൻ ഇടയായി തീരും, അല്ലെങ്കിൽ ഇവന്റെ തല എങ്ങനെ താഴുമെന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന പലവിധമാകുന്ന മനുഷ്യർ ലോകത്തിൽ കാണും. എന്നാൽ ഇതിന്റെ എല്ലാം മധ്യത്തിൽ നമ്മൾ മറ്റുള്ളവരെ നോക്കണ്ട, നമ്മൾ ദൈവത്തെ തന്നെ നോക്കിക്കൊണ്ട്, ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ദൈവഭക്തന്റെ മുഖം എപ്പോഴും പ്രകാശിതമായിരിക്കും. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിന്റെ മുഖം എപ്പോഴും ശോഭിച്ചിരിക്കുന്ന മുഖമാണ്. ആ തിരുമുഖത്തിൽ നിന്നുള്ള ആ വെളിച്ചം നമ്മളിലേക്ക് പകരുമ്പോൾ നമ്മളെ ദൈവിക സാന്നിധ്യത്തിന്റെ ആ വലിയൊരു നിഴല് നമ്മുടെ മേൽ നിഴലിടുമ്പോഴത്തേന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വലിയൊരു വ്യത്യാസം ഉണ്ടാകും. നമ്മളെ കാണുന്നവർക്ക് മനസ്സിലാകും
മനസ്സിലാകുവാൻ ഇടയാക്കുന്നത്. ഇവന്റെ ജീവിതത്തിൽ ഇവൻ എന്തോ വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇവന്റെ പുറമെ മാത്രമല്ല, ഇവന്റെ അകമയും ഹൃദയത്തിലും പുറമെ മുഖത്തും എല്ലാം വലിയൊരു വ്യത്യാസം, വലിയൊരു പ്രകാശം, വലിയൊരു ദൈവതേജസ് ദൈവം പകരപ്പെടുവാനിടയായി തീരുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഒരു മനുഷ്യന്റെ മുഖം ലജ്ജിച്ചു പോയി കഴിഞ്ഞാൽ അവൻ നേരെ നോക്കത്തില്ല, അവൻ തല താഴ്ത്തി നടക്കത്തുള്ളൂ. എന്നാൽ അങ്ങനെയല്ല ഒരു ദൈവവൈതലിനെ കുറിച്ച് ഇവിടെ ദാവീദ് പറയുന്നത്. ദൈവത്തിലേക്ക് നോക്കിയവരാരും തല താഴ്ത്തി നടക്കേണ്ട അവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. അവർ തല ഉയർത്തി വളരെ സന്തോഷത്തോടെ ദൈവ തേജസ്സുള്ളവരായിട്ട് കടന്നു പോകും. ജീവിതത്തിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിൽ കടന്നു പോകാൻ ഇടയായി തീരുമെന്നാണ് ദാവീദ് പറയുന്നത്. ദാവീദ് ഇതൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതല്ല, ചുമ്മാ എഴുതുന്നതല്ല. ദാവീദിന്റെ ജീവിതത്തിൽ ആ മനുഷ്യൻ അനുഭവിച്ച് രുചിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ ദാവീദ് പറവാനിടയായി തീരുന്നത്. അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ കാണുന്നത്, യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നത്. ദൈവത്തിന്റെ ഒരു വലിയ പ്രൊട്ടക്ഷനെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരു ദൈവ പൈതലിന്റെ ജീവിതത്തിൽ ഏതെല്ലാം പ്രതിസന്ധികളിൽ കൂടി പോകുന്നോ, ഏത് അനർത്ഥത്തിന്റെ വഴികളിൽ കൂടി പോകുന്നോ, ഏത് പോരിട്ട അവസ്ഥകളിൽ കൂടി പോകുന്നോ, നമ്മളൊന്ന് ഓർത്തോണം, ദൈവത്തിന്റെ ദൂതനെ ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുണ്ട്. നീയും ഞാനും ഒരു ആത്മീയനാണെങ്കിൽ, നീയും ഞാൻ ദൈവിക വഴികളെ അനുസരിക്കുന്നവനാണെങ്കിൽ ദൈവത്തിന്റെ ദൂതൻ നമ്മോട് കൂടെയുണ്ട്. അതോ നീ ദൈവത്തിന്റെ വഴിയിലല്ലയോ, നീ ദൈവത്തിന്റെ കൽപ്പന പ്രകാരമല്ല ജീവിക്കുന്നെങ്കിൽ നിനക്ക് യാതൊരു വിധമാകുന്ന പ്രൊട്ടക്ഷനും ദൈവത്തിൽ നിന്നില്ലെന്ന് നീ ഓർത്തോണം. ദൈവത്തിൽ നിന്നുള്ള കാവലും സംരക്ഷണയും ഒരു ദൈവ വൈദ്യന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ദൈവത്തെ സേവിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാരെ ദൈവം എന്തോ ചെയ്യുന്നെന്ന് അവിടെ പറയുന്നത്, ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ഒരു യുദ്ധത്തിന്റെ അവസ്ഥ പോലെ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ഒരു ദൂതൻ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്ര പേരെ കൊന്നുകളവാൻ ശക്തി ഉണ്ടെന്ന് നാം പഴയ നിയമ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ കാണുന്നു. 1,85,000 പേരെ ഒറ്റ ദൂതൻ ഇറങ്ങിയപ്പോൾ സംഹരിക്കുവാനിടയായിത്തീർന്നു. അങ്ങനെ അനേക ദൂതന്മാര് നമ്മുടെ പ്രതിസന്ധികളിൽ പാളയമിറങ്ങി അവർ നമ്മളെ വിടുവിക്കുമെന്നാ പറയുന്നത്. അവർ ദൈവത്തിന്റെ കൽപ്പനകൾ മേടിച്ചു വരുന്ന സുവാർത്ത ദൂതികളാ. അവർ നമ്മളെ യുദ്ധവീരനാകുന്ന ദൈവത്തിന്റെ ആ കൽപ്പന പ്രകാരം നമ്മെ വിടുവിപ്പാൻ ഇറങ്ങി വരുന്ന ദൂതന്മാരാ. നമ്മുടെ പ്രാണനോട് പോരാടുവാൻ വരുമ്പോഴോ, നമ്മളെ രോഗമിട്ട് നമ്മുടെ ജീവിതത്തിൽ ഭാരമിട്ട് ക്ഷീണിപ്പിക്കുവാൻ നോക്കുമ്പോഴൊക്കെ, നമ്മളെ തകർത്ത് കളവാൻ സാത്താൻ നോക്കുമ്പോഴൊക്കെ ദൈവം തന്റെ ദൂതന്മാരോട് കൽപ്പിക്കൂ. അവരെന്തോ ചെയ്യുമെന്നറിയാമോ? അവരുടെ ഉള്ളം കൈ നമ്മളെ താങ്ങും. അവർ നമ്മളെ വഹിക്കുവാനിടയായി തീരും. അവർ നമ്മളെ പരിപാലിക്കുവാനിടയായി തീരും. ഏത് പ്രതിസന്ധിയിൽ നിന്ന് അവർ നമ്മളെ വിടുവിക്കുവാനിടയായി തീരും. അതാണ് ദൈവത്തിന്റെ ഭക്തന്മാർക്കുള്ള പരിപാലനത്തെ കുറിച്ച് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. നമ്മൾ ലോത്തിനെ കുറിച്ചൊക്കെ പഠിക്കുമ്പോഴും കാണുന്നുണ്ട്. അവിടെ വലിയൊരു ന്യായവിധി നടക്കുവാൻ പോകുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്? ദൈവത്തിന്റെ ദൂതന്മാർ വന്നിട്ട് ലോത്തിനെ നിർബന്ധിച്ച് ബന്ധപ്പെട്ട് ഇറക്കിക്കൊണ്ട് പോകാനിടയായി തീർന്നു. വലിയൊരു അനർത്ഥം അല്ലെങ്കിൽ വലിയൊരു ദൈവിക ന്യായവിധി നടക്കുവാൻ പോകുന്ന സമയത്ത് ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായത്തിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കാണുവാൻ കഴിയും. ലോത്തിനെ നിർബന്ധിച്ചു, അവര് ബന്ധപ്പെട്ട് വിളിച്ചുകൊണ്ട് പോവാൻ, സോദോമിൽ നിന്നും ഗോമോറയിൽ നിന്നും കൊണ്ടുപോകുവാൻ ഇടയായിത്തീർന്ന് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ കാണുന്നത്. ദൈവത്തിന്റെ ഭക്തന്മാര് ഈ നാശമാകുന്ന ഈ ലോകത്തില്, ഈ അനർത്ഥങ്ങൾ സംഭവിക്കുന്ന ഈ ലോകത്തില് ദൈവത്തിന്റെ ഭക്തന്മാര് ഏകനായിട്ടിരിക്കുമ്പോൾ, അവര് ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുമ്പോൾ, ഏത് പ്രതിസന്ധിക്കകത്തുനിന്നും ദൈവത്തിന്റെ ദൂതന്മാര് ലോത്തിനെ ഓർത്തിട്ട് എന്തോ ചെയ്തെന്നറിയാമോ? അവന്റെ മുഴു കുടുംബത്തെയും വിടുവിപ്പാനിടയായി തീർന്നെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഇങ്ങനെ നമ്മൾ ഓരോന്ന് എണ്ണി എണ്ണി പറഞ്ഞു കഴിഞ്ഞാൽ അനേക പേരുകൾ നമുക്ക് പറവാൻ കഴിയും. ഹാഗാറിനെ കുറിച്ച് ഉൽപ്പത്തി പുസ്തകത്തിൽ കിടപ്പുണ്ട്. ഹാഗാറിന്റെ ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥയിൽ കുഞ്ഞിനെ കൊണ്ട് പോകുമ്പോഴൊക്കെ അവിടെ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? മരണത്തെ മുഖാമുഖം കാണുന്ന സമയത്ത് ദൈവത്തിന്റെ ദൂതനിറങ്ങി വിടുവിക്കുവാനിടയായി തീർന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എലീശയുടെ ജീവിതത്തിലും എലീശയുടെ ബാല്യക്കാരന്റെ ജീവിതത്തിലും നമ്മൾ കാണുന്നത്, വലിയൊരു സൈന്യം വന്ന് അരാമിന് ചുറ്റും പാളയം ഇറങ്ങിയപ്പോൾ, ആ എലീശ താമസിക്കുന്നതിന് ചുറ്റും പാളയം ഇറങ്ങിയപ്പോൾ എലീശയ്ക്ക് ആത്മീയ കണ്ണ് തുറക്കപ്പെട്ടവനായിട്ട് ദൈവിക സംരക്ഷണത്തിന് ദൂതന്മാരെ കാണുവാൻ കഴിഞ്ഞു. എന്നാൽ ദൈവിക സംരക്ഷണത്തെ ആത്മീയ കണ്ണ് തുറക്കപ്പെടാത്തവന് കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് ബാല്യക്കാരൻ നിലവിളിക്കുവാനിടയായിരുന്നത് എലീശയോട്, എലീശയെ നമ്മൾ ഇനി എന്തോ ചെയ്യും? ഇവിടെ മുഴുവൻ അരാം സൈന്യം വന്ന് ചുറ്റി പാളയം അടിച്ച് കിടക്കുന്നെന്ന് പറയാനിടയായിരുന്നു. അപ്പോൾ എലീശ പറഞ്ഞു, ദൈവമേ ഇവന്റെ കണ്ണൊന്ന് തുറക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ ബാല്യക്കാരന് കാണുവാൻ കഴിഞ്ഞു. ദൈവത്തിന്റെ അനേക
അനേക ദൂതന്മാരുടെ വലിയൊരു സംഘം പാളയം ഇറങ്ങി നിൽക്കുന്നത് കാണുവാൻ കഴിഞ്ഞു. അങ്ങനെ കാണണമെങ്കിൽ നമുക്ക് നമ്മുടെ അകത്തെ കണ്ണിനെ ദൈവം തുറക്കുവാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ ആത്മീയ കണ്ണിനെ തുറക്കുവാൻ പ്രാർത്ഥിക്കണം. നമ്മുടെ മാംസ കണ്ണുകൾ കൊണ്ട് ഇതിനെയൊന്നും കാണുവാൻ കഴിയത്തില്ല. നമ്മുടെ ആത്മീയ കണ്ണ് തുറന്നു കഴിഞ്ഞാലേ ഇങ്ങനെയുള്ള ദൈവിക കാര്യങ്ങൾ കാണുവാൻ കഴിയത്തുള്ളൂ ദൈവവചനം പഠിപ്പിക്കുന്നത്. ഇങ്ങനെ എണ്ണിക്കഴിഞ്ഞാൽ അനേക അത്ഭുതങ്ങൾ ദൈവത്തിന്റെ ദൂതന്മാരെ കൊണ്ട് ദൈവം ചെയ്യിച്ചതായിട്ട് കാണുന്നു. ഇതിനോട് എടുക്കൽ ദൈവത്തിന്റെ ദൂതൻ വരുന്നതിനെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് അനേക കാര്യങ്ങളെ കുറിച്ച് നമുക്കറിയാം. നമുക്ക് ദാനിയേലിനെ കുറിച്ച് അറിയാം. ശദ്രക്ക് മേശക്ക് അബേദ്നെഗോ ഇങ്ങനെയുള്ള അനേക പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഭക്തന്മാരെ ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങി വിടുവിച്ചെന്ന ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത് പഴയ നിയമ ഭക്തനാകുന്ന ദാവീദ് ചുമ്മാതെ പറഞ്ഞതല്ല. യഹോവയുടെ ദൂതൻ അവന്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നെന്ന് പറവാനിടയായി തീർന്നു. അതുകൊണ്ട് ഞാനും നീയും പ്രയാസപ്പെടേണ്ട, വേദനപ്പെടേണ്ട. ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ പോകുമ്പോൾ ആരും സഹായമില്ലാത്ത അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഇനി എന്നെ ആര് വിടുവിക്കും, ഇനി എന്നെ ആര് രക്ഷിക്കും, എന്റെ ജീവിതത്തിന്റെ വഴികളെല്ലാം അടഞ്ഞെന്നൊക്കെ പറയുമ്പോൾ ഓർത്തോണം, പത്മോസിന്റെ ഏകാന്തതയിലേക്ക് ഇറങ്ങി വന്ന് യോഹന്നാനെ ദർശനത്തിന്റെ മാളികമുറി തുറന്നു കൊടുത്ത ആ ദൈവ സാന്നിധ്യം, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെതാകുന്ന ദൂതന്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നപ്പോൾ അവിടെ വലിയൊരു അത്ഭുതം നടന്നതുപോലെ പത്മോസിന്റെ ഏകാന്തതകളിൽ നിന്ന് പോലും വിടുവിപ്പാൻ കഴിയും ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ആ ദൈവത്തിന്റെ ദൂതന്മാര് നമ്മളെ നിത്യം പരിപാലിച്ചുകൊണ്ടിരിക്കുക. നാം വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അവര് നമ്മോട് കൂടെയുണ്ട്. നാം നടന്നു പോകുമ്പോൾ അവര് നമ്മോട് കൂടെയുണ്ട്. നമ്മുടെ മാംസക്കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയത്തില്ല. എന്നാൽ ഇത്രയും വലിയ പരിപാലനം ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ചില സമയങ്ങളിൽ സാത്താൻ നമ്മളെ വഞ്ചിക്കുവാനിടയായി, പിശാച് നമ്മളിൽ സംശയം ഉളവാക്കുവാനിടയായിത്തീരും, നമ്മെ വഞ്ചിക്കുവാനിടയായിത്തീരും. അപ്പോൾ നമുക്കറിയത്തില്ല, ദൈവിക സാന്നിധ്യത്തെ എല്ലാം നമ്മൾ മറന്നു പോകുവാനിടയായിത്തീരും. അങ്ങനെ മറന്നു പോകുമ്പോൾ എന്തോ സംഭവിക്കുന്ന അറിയാമോ? സാത്താൻ ജയം പ്രാപിക്കുവാനിടയായിത്തീരും. എന്നാൽ ഒന്നോർത്തോണോ, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ, ദൈവ സാന്നിധ്യത്തിൽ എപ്പോഴും നിൽക്കുന്നവൻ ഏകാഗ്രത ഹൃദയമുള്ളവനായിരിക്കണം. അവന്റെ ജീവിതത്തില് അവന്റെ ചുറ്റും ദൈവത്തിന്റെ ദൂതന്മാരുടെ പരിപാലനമുണ്ടെന്ന് മനസ്സിലാക്കി വേണം ഓരോ ദിവസവും മുന്നോട്ട് പോകുവാൻ. അങ്ങനെ ഒരു ഉറപ്പും ധൈര്യവും നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം. ഇത് വെറും ഒരു പാഴ്വാക്കല്ല, ദൈവത്തിന്റെ വചനം പറയുന്ന വാഗ്ദത്തങ്ങളിലൊന്ന്. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ ദൂതന്മാര് നിങ്ങളെ കൈകളിൽ വഹിക്കുമെന്ന് സങ്കീർത്തനം 91 കടന്നു വരുമ്പോൾ കാണുവാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ദൈവത്തിന്റെ വലിയ പരിപാലനം ഓരോ ഭക്തന്റെ ജീവിതത്തിലും ദൈവം തന്നിട്ടുണ്ട്. അടുത്ത വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദാവീദ് പറഞ്ഞു, യഹോവ നല്ലവൻ എന്ന് ചോദിച്ചാൽ അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. ആരാണ് ഭാഗ്യവാൻ? ദൈവത്തെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ. അല്ലാതെ ഈ ലോകത്തിൽ എന്തുണ്ടെങ്കിലും ഭാഗ്യവാനല്ല. വീടുണ്ടെങ്കിലും വസ്തുക്കള് വകകള് ഇങ്ങനെ എന്തെല്ലാം അനേകം ധനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നാം ഭാഗ്യവാന്മാരല്ല. അതെല്ലാം നാം ഇവിടെ ഇട്ടേച്ച് പോവാനിടയായി തീരും. അപ്പോൾ ഒന്നോർത്തു, ദാവീദ് പറയുന്നത് കണ്ടോ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവ നല്ലവനെന്ന് രുചിച്ചറിയും. ദൈവത്തെ രുചിച്ചറിവാനിടയായി തീരണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ദൈവത്തെ കേട്ടറിവ് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവിക വിടുതലുകളെ പ്രാപിക്കുമ്പോൾ നാം അത് ദൈവത്തെ രുചിച്ചറിയുക. അതാണ് രുചിച്ചറിയുക എന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ ദൈവത്തോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? ആ ദൈവത്തിന്റെ മറുപടി നമുക്ക് ദൈവം തരുവാനിടയായി തീരും. ആ മറുപടി നമ്മൾ പ്രാപിക്കുമ്പോൾ അത് ദൈവം നമുക്ക് തന്നതാണെന്നുള്ള ബോധവും നമുക്ക് ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് നമ്മൾ ദൈവത്തെ ഓരോ ദിവസവും രുചിച്ചറിഞ്ഞ് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ കഴിയത്തുള്ളൂ എന്ന് ദാവീദ് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് ദാവീദ് ഒരു ആഹ്വാനം ചെയ്യുകയാണ്. എന്താ ആഹ്വാനം ചെയ്യുന്നതെന്ന് അറിയാമോ? യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവിൻ, അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ എന്ന് ഒരു ആഹ്വാനം ചെയ്യുക. വിശുദ്ധന്മാരെ, യഹോവയുടെ വിശുദ്ധന്മാരെ, ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന്റെ ജനമേ, നമ്മൾ ഭയപ്പെടേണ്ട. ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതി. കാരണമുണ്ടല്ലോ, നമുക്കൊന്നിനും മുട്ടില്ലല്ലോ എന്ന് പറയുന്നത്. കാരണം എന്താണെന്നറിയോ? ബാലസിംഹങ്ങൾ വിരകെട്ടാതെ വിശന്നിരിക്കും എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. എന്നാൽ യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ലെന്നാ പറയുന്നത്. ബാലസിംഹങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ അവയ്ക്ക് ഇര കിട്ടാതെ ഇരിക്കത്തില്ല. ബാലസിംഹങ്ങൾ പതുങ്ങി ഇത് നിര പിടിക്കുന്ന ഒരു സ്വഭാവമുള്ളത്. അത് എത്ര വേഗത്തിൽ ചെന്ന് ഏതിനെയും ഒരു ഇരയെ പിടിക്കുവാൻ അതിന് നിമിഷ നേരങ്ങൾ മതി. എന്നാൽ അതുപോലും വിശന്നിരിക്കുന്ന സമയങ്ങൾ അതിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. എന്നാൽ ദൈവത്തിന്റെ ഒരു ഭക്തനെ സംബന്ധിച്ച് ഒന്നുമില്ലാത്ത അവസ്ഥയില് ആഹാരത്തിനോ നന്മകളോ ഒന്നുമില്ലാത്ത അവസ്ഥകള്, ഏകാന്ത അവസ്ഥകൾ വരുമ്പോൾ ഏലിയാവിനെ കാക്കയെ കൊണ്ട് തീറ്റിപ്പോറ്റിയതുപോലെ സ്വർഗത്തിലെ ദൈവം എന്തോ ചെയ്യുമെന്നറിയാമോ? അത്ഭുതമാകുന്ന വഴികളെ തുറന്ന് നമുക്ക് നന്മയെ തരുമെന്ന് ആ ദൈവത്തിന്റെ വചനം പറയുന്നത്. പക്ഷെ ആ നന്മ കിട്ടണമെങ്കിൽ ഒന്നുണ്ട്, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് മാത്രമേ അങ്ങനെ നന്മയെ കിട്ടത്തുള്ളൂ.
ആര് യഹോവയെ അന്വേഷിക്കുന്നോ, ദൈവത്തെ അന്വേഷിക്കുന്നോ, കർത്താവിനെ അന്വേഷിക്കുന്നോ, അവന്റെ ജീവിതത്തിൽ മാത്രമേ ദൈവികമാകുന്ന ഈ നന്മകളെ പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലെങ്കിൽ ഇതൊന്നും പ്രാപിക്കുവാൻ കഴിയത്തില്ല. കാരണം ഒരപ്പൻ ഇഷ്ടമുള്ള പുത്രന് ധനം കൊടുക്കുന്നത് പോലെ, സമ്പത്ത് കൊടുക്കുന്നത് പോലെ, വസ്തു കൊടുക്കുന്നത് പോലെയാണ് ദൈവത്തിൻ്റെതാകുന്ന പദ്ധതികൾ. ആര് ദൈവത്തെ സ്നേഹിക്കുന്നുവോ, അവനെ രുചിച്ചറിയുന്നുവോ, അവനെ ആരാധിക്കുന്നുവോ, അവൻ ഒന്നിനും കുറവില്ലാതെ അവന്റെ ജീവിതത്തിൽ അവനെ അവന്റെ തലമുറകളെ നടത്താൻ ശക്തനാകുന്ന ഒരു ദൈവത്തെ നാം സേവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനത്തിൽ ഈ വാക്യത്തിൽ പറയുന്നത്, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ. അവന്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങൾ കേട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. അടുത്ത 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ദാവീദ് തലമുറകളോട് പറയുന്നത് കേട്ടോ, മക്കളെ വന്നെനിക്ക് ചെവി തരുവീൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാമെന്ന്. ആ മനുഷ്യന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ദൈവത്തോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ഞാൻ നിനക്ക് അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. നാം തയ്യാറാകണം. അടുത്ത തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കുക. ഞാൻ എൻ്റെ ജീവിതത്തിൽ അനേക പ്രതിസന്ധികൾ കൂടി പോയതാ, അനേക പ്രയാസത്തിൽ കൂടി പോയതാ. എൻ്റെ പ്രാണം പോലും നശിക്കുമാറ് എന്നെ ശത്രു എന്നോട് പോരാടിയതാ. ഞാൻ മരുഭൂമിയിൽ കൂടിയൊക്കെ ഓടി നടന്നൊരു മനുഷ്യനാ. എന്നാൽ അവിടെയെല്ലാം എൻ്റെ ദൈവത്തിന്റെ സാന്നിധ്യം എന്നെ ഇറങ്ങി പിടിപ്പിച്ച് ദൂതന്മാരെ പരിപാലിച്ച് എൻ്റെ മേൽ ദൈവത്തിന്റെ വലിയൊരു അഭിഷേകത്തിന്റെ തൈലം എൻ്റെ മേൽ പകർന്ന് എന്നെ ദൈവം അത്ഭുതകരമാകുന്ന രീതിയിൽ വളർത്തിയെടുക്കുവാൻ ഇടയായി തീർന്നു. അതുകൊണ്ട് മക്കളെ വന്ന് എനിക്ക് ചെവി തരുവീൻ. യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. എൻ്റെ ഭക്തി ഞാൻ നിങ്ങൾക്ക് ഉപദേശിച്ചു തരാം. എന്താണ് എൻ്റെ ഭക്തി? ഞാൻ ആരെയാണ് ആരാധിക്കുന്നതെന്ന്, ഞാൻ ആരെയാണ് പാടി സ്തുതിക്കുന്നതെന്ന്, ഞാൻ ആരിലാണ് വിശ്വസിക്കുന്നതെന്നുള്ളത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവാൻ ദാവീദ് അടുത്ത തലമുറയോട് ആഹ്വാനം ചെയ്തു. അത് അദ്ദേഹത്തിന്റെ ഹൃദയം നിറഞ്ഞു പുറത്തേക്ക് കവിയുന്നൊരവസ്ഥയാണ് നമ്മളിവിടെ കാണുന്നത്. തൻ്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത നന്മകളും വിടുതലുകളും ഓർക്കുമ്പോൾ അദ്ദേഹത്തിന്, ദാവീദിന് അത് ഹൃദയത്തിൽ മറച്ചു വെക്കാതെ അദ്ദേഹം അത് ഹൃദയം നിറഞ്ഞിട്ട് അത് വായിൽ കൂടി പുറത്തേക്ക് മറ്റുള്ളവരോട് സാക്ഷ്യമായി പറയുന്നത് ഇവിടെ കാണുന്നത്. അങ്ങനെയാണ് ഒരു ഭക്തന്റെ ജീവിതത്തിൽ വേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന നന്മകളും വിടുതലുകളും ഉപകാരങ്ങളും നമ്മൾ മറച്ചു വെക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ വന്നിട്ട് ദൈവമക്കൾ കേൾക്കെ അത് വിളിച്ചു പറവാനിടയായി തീരണം. അപ്പോഴാകുന്നു നീ ദൈവത്തിന്റെ ഒരു സാക്ഷിയായിട്ട് മാറുന്നത്. നമ്മൾ പഴയ നിയമകാലത്തിലേക്ക് വരുമ്പോൾ ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുന്ന ദൈവത്തിന്റെ ജനത്തെ ദൈവം പറയുന്നുണ്ട്, അടുത്തൊരു തലമുറയ്ക്ക് നിങ്ങൾ ഇതെല്ലാം ഉപദേശിച്ചു കൊടുക്കണം, ഇത് പറഞ്ഞു കൊടുക്കണം. കാരണം ദൈവം അവരെ വിടുവിച്ച, നിങ്ങളെ വിടുവിച്ച വിധങ്ങള് അവർ കേട്ടറിവ് മാത്രമേ അവർക്കുള്ളൂ. മറ്റുള്ളവർ നിങ്ങളോ അത് കണ്ടറിഞ്ഞത്, അത്ഭുതങ്ങളെ കണ്ടറിഞ്ഞ് വിടുതൽ പ്രാപിച്ചവരാ. എന്നാൽ കേട്ടറിവുള്ളവർ വഴിതെറ്റി പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ അത് അവർക്ക് ഉപദേശിച്ചു കൊടുക്കണമെന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അങ്ങനെ സങ്കീർത്തനത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന്. അടുത്ത വാക്യം, കണ്ടോ, ഇവിടെ ദാവീദ് ചോദിക്കുന്നത് ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായി ശിക്ഷിക്കുകയും ചെയ്യുന്നവൻ ആരാണെന്ന് ചോദിക്കുന്നു. അതിന്റെ ഉത്തരം എന്താണെന്ന് അറിയാമോ? ദോഷം ചെയ്യാതെ നിന്റെ നാവിനെയും വ്യാജം പറയാതെ നിന്റെ അധരത്തെയും കാത്തുകൊള്ളുന്നവന്, അത് കഴിഞ്ഞ് ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുന്നവനും സമാധാനം അന്വേഷിച്ച് പിന്തുടരുകയും ചെയ്യുന്നവന് മാത്രമേ ജീവനെ ആഗ്രഹിക്കുകയും ദൈവത്തിന്റെ നന്മകളെ കാണേണ്ടതിന് ദീർഘായുസ് ദൈവം ഇച്ഛിക്കുകയും ചെയ്യുന്നവന് കൊടുക്കുന്നുള്ളൂ എന്നാണ് നമ്മൾ ഈ വചനത്തിൽ കാണുന്നത്. ഇതെല്ലാം ആത്മീയ മർമ്മങ്ങള് ദാവീദിന് ദൈവം വെളിപ്പെടുത്തി കൊടുത്തതാ. കാരണം തന്റെ ജീവിതത്തിൽ താൻ പലവിധമാകുന്ന വ്യക്തികളുടെ ജീവിതത്തിന്റെ അധപ്പതലങ്ങളെ കണ്ടിട്ടുള്ളവനാ ദാവീദ്. അതുകൊണ്ട് തനിക്ക് അനേകം പാഠങ്ങൾ തന്റെ ജീവിതത്തിലുണ്ട്. അനേകം ദൃഷ്ടാന്തങ്ങൾ, അനേക വ്യക്തികൾ നശിച്ചു പോയതും അനേക വ്യക്തികൾ അനുഗ്രഹിക്കപ്പെട്ടതും കണ്ടൊരു മനുഷ്യനാ ദാവീദ്. അതുകൊണ്ടാണ് ദാവീദ് ഇങ്ങനെ പറയുന്നത്, ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായി ശിക്ഷിക്കുകയും ചെയ്യുന്നവൻ ആരെന്ന് കാണുവാൻ കഴിയുന്നു. ദാവീദിന്റെ ജീവിതത്തിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ദാവീദ്. ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു ദാവീദ്. അതുകൊണ്ട് തന്റെ ജീവിതത്തിൽ താൻ ഈ ആത്മീക അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ വലിയ വാഞ്ചയുള്ള ഒരു മനുഷ്യനായിരുന്നു ദാവീദ് എന്ന് നാം ദാവീദിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കാണുന്നത്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു.
നമ്മുടെ ദൈവത്തിന്റെ കണ്ണ് നമ്മുടെ മേലുണ്ടെന്നാണ് ഈ ദൈവത്തിന്റെ വചനം പറയുന്നത്. ഓരോ ദിവസം നമ്മൾ ജീവിക്കുമ്പോഴും ഓരോ മിനിറ്റ് നമ്മൾ നടക്കുമ്പോഴും നമ്മൾ അറിയുന്നില്ല നമ്മെ കാണുന്ന ഒരു കണ്ണ് നമുക്ക് വേണ്ടിയുണ്ട്. ആ കണ്ണ് നമ്മളെ പരിപാലിക്കുന്ന കണ്ണ്, ജീവനെ തരുന്ന കണ്ണ്, സമാധാനം തരുന്ന കണ്ണ്, നമ്മുടെ എല്ലാ ആവശ്യങ്ങളെ അറിഞ്ഞ് നമുക്ക് വേണ്ടുന്നതിനെ അറിഞ്ഞു തരുന്ന ഒരു കണ്ണുള്ള ദൈവം നമുക്ക് സ്വർഗത്തിലുണ്ട്. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി, കണ്ണ് മാത്രമല്ല ദൈവത്തിന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. നമുക്ക് ഏത് സമയവും ദൈവത്തിന്റെ അടുക്കലേക്ക് പോയി ചെന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുവാൻ കഴിയും, കരഞ്ഞു പ്രാർത്ഥിപ്പാൻ കഴിയും. നമ്മളെ കാണുകയും നമ്മുടെ വാക്കുകളെ കേൾക്കുകയും ചെയ്യുന്ന ഒരു ദൈവ സ്വർഗത്തിൽ ഇന്നും വസിക്കുന്നുണ്ടെന്ന് നാം പൂർണ്ണമായും ആമേൻ വിശ്വസിക്കണം. അവൻ നമുക്ക് വേണ്ടി കരുതുന്നതാകിയ നമ്മുടെ സകല ചിന്താകുലവും നമ്മൾ എന്തോ ചെയ്യണം, ദൈവത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊള്ളണം. അവൻ സകലവും ദൈവം നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ വരും, അനേകം കഷ്ടങ്ങൾ വരും, പ്രയാസങ്ങൾ വരും, വേദനകൾ വരും. മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ അപ്പോഴൊക്കെ ഒന്നോർത്തോണം, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് പോയി മുട്ടുമടക്കി കരയുവാൻ തയ്യാറാണെങ്കിൽ, നിലവിളിക്കുവാൻ തയ്യാറാണെങ്കിൽ ചിലപ്പോൾ വാക്കുകൾ കിട്ടത്തില്ല, വാക്കുകൾ നിനക്ക് പ്രാർത്ഥിപ്പാൻ കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ നമ്മുടെ ഞരക്കങ്ങള്, നമ്മുടെ ഏങ്ങലടിച്ചുള്ള കരച്ചിലുകള് ദൈവത്തിന്റെ ആത്മാവ് ദൈവസന്നിധിയിലേക്ക് പകരുവാനിടയായി തീരുന്നു. അപ്പോഴെന്തോ സംഭവിക്കുമെന്ന് അറിയാമോ? വലിയ വിടുതൽ ദൈവം തരുവാനിടയായി തീരും. അതാണ് പറയുന്നത്. അതിന്റെ ഏറ്റവും താഴത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നത്, നീതിമാന്മാർ നിലവിളിച്ച് യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചെന്ന് കാണുവാൻ കഴിയുന്നു. അങ്ങനെ കരഞ്ഞ് നിലവിളിക്കുന്ന ദൈവത്തിന്റെ ഭക്തന്മാരായ നീതിമാന്മാരുടെ നിലവിളി എന്തോ ചെയ്തു? ദൈവം യഹോവ കേൾക്കുവാനിടയായി തീർന്നു. എന്നിട്ട് എന്താ സംഭവിക്കുന്നത്? അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു, അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചു. ദാവീദ് മുമ്പേ പറഞ്ഞത് എന്റെ സകല ഭയങ്ങളിൽ തന്നെ വിടുവിച്ചെന്ന. എന്നാൽ ഇപ്പോൾ പറയുന്നത് നീതിമാന്മാർ, മറ്റുള്ളവരുടെ കാര്യം പറയുന്നത് നീതിമാന്മാരെ നിലവിളിച്ചു, യഹോവ കേട്ടു, അവരുടെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിച്ചെന്ന. ഒരു ഘട്ടമല്ല, രണ്ട് ഘട്ടമല്ല, അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം കഷ്ടങ്ങളുണ്ടോ അതിൽ നിന്നെല്ലാം ദൈവം വിടുവിച്ചെന്നാണ് പറയാനിടയായി തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം അങ്ങനെ അനവധി കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ കടന്ന് നമ്മൾ വരുമ്പോൾ അതിൽ നിന്നെല്ലാം വിടുവിക്കുന്നത് ദൈവമാണ്. നമ്മളോർക്കും നമ്മൾ മാനുഷികമായിട്ട് കടന്നതാണെന്ന്. അല്ല, മാനുഷികമായിട്ട് കടന്നതല്ല. ദൈവത്തിൻ്റെതാകുന്ന പ്രത്യേക പദ്ധതിയിൽ ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമ്മളെ നടത്തി ആ കഷ്ടങ്ങളിൽ നിന്നെല്ലാം വിട്ടുവിച്ച് അക്കരെ കടത്തിയതാണെന്ന് നാം ഓർത്തോണം. മാനുഷികമാകുന്ന കൈകൾ വിടുവിപ്പാൻ കഴിയാത്ത സ്ഥാനത്ത് ദൈവത്തിന്റെ കരം നമ്മെ അത്ഭുതമായി വിടുവിക്കുന്ന ദൈവമാണെന്ന ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുന്നത്. അടുത്ത വാക്യത്തിൽ കാണുന്നത്, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഹൃദയത്തിന്റെ നുറുക്കം വരുമ്പോഴേ ദൈവത്തെ ഏറ്റവും അടുത്ത് രുചിച്ചറിയാൻ കഴിയത്തുള്ളൂ. ഹൃദയത്തിൽ വളരെ തകർച്ചകൾ ഉണ്ടാകുമ്പോൾ ഒരു മനുഷ്യൻ എന്തോ സംഭവിക്കുമെന്ന് അറിയാമോ? ദൈവവുമായിട്ട് ഏറ്റവും അടുക്കുവാനിടയായിത്തീരും. ദൈവവുമായിട്ട് ഏറ്റവും അടുക്കുമ്പോൾ അവന്റെ ഹൃദയത്തിന് ആശ്വാസം ലഭിക്കുവാനിടയായിത്തീരും. അത് പറയുന്നത് മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. ഇവിടുത്തെ ഒരു വൈദ്യശാസ്ത്രത്തിന് രക്ഷിക്കാൻ കഴിയത്തില്ല. ഹൃദയം തകർന്നും മനസ്സ് തകർന്നും ഇരിക്കുന്നവനെ ആർക്കും വിടുവിപ്പാൻ കഴിയത്തില്ല. ഈ ലോകത്തിനൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. എന്നാൽ ഒന്നോർത്തോ, ഇതിനെയെല്ലാം സൃഷ്ടിച്ചവനെ, ഹൃദയത്തെയും ചിന്തകളെയും നിരൂപണങ്ങളെയും എല്ലാം അറിയുന്നവൻ, ദൂരത്ത് നിന്ന് അറിയുന്നവൻ, നമ്മുടെ നടപ്പും കിടപ്പും എല്ലാം ശോധന ചെയ്യുന്നവൻ, അവനെല്ലാം അറിയുന്നവനാ. അവന് മാത്രമേ നമ്മെ വിടുവിപ്പാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രതിസന്ധി പോകുമ്പോൾ ഓർത്തോണം, ഹൃദയത്തിന്റെ തകർച്ചയിൽ പോകുമ്പോൾ ഓർത്തോണം, കർത്താവ് യേശുക്രിസ്തുവിന് മാത്രമേ വിടുവിപ്പാൻ കഴിയത്തുള്ളൂ. ഹൃദയം നുറുങ്ങിയ അവസ്ഥയിൽ എന്താ ചെയ്യുമെന്നറിയോ? നുറുക്കമെന്ന് പറഞ്ഞാൽ മുറിഞ്ഞിരിക്കുന്ന അവസ്ഥകള്, ഒരു ചില്ല് പാത്രം പൊട്ടി തകർന്നത് കിടക്കുന്നത് പോലെ തകർന്നു കിടക്കുന്ന അവസ്ഥകളെ എടുത്ത് പണിയുവാൻ നല്ല കുശവനാകുന്ന കർത്താവായ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയത്തുള്ളൂ. നിന്റെ തകർച്ചകളെ പുതുക്കി പണിത് നിന്നെ മനോഹരമായ ഒരു പാത്രമാക്കുവാൻ കർത്താവിന് കഴിയും. മറ്റുള്ളവർ പുറമെ നോക്കുമ്പോൾ ഇവന്റെ എല്ലാം അവസാനിച്ചു, ഇവന്റെ എല്ലാവിധമാകുന്ന ഭാവിയും അവസാനിച്ചു, ഇനി ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇവൻ ഇങ്ങനെ അവസാനിക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്, നിന്നെ നല്ല കുശവനാകുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അവൻ നിന്നെ പണിതെടുക്കുവാൻ, പുതുക്കി കൊടുക്കുവാൻ നീ തയ്യാറുണ്ടെങ്കിൽ അവൻ നിന്നെ ഏറ്റവും മനോഹരമായ നല്ലൊരു പാത്രമാക്കി മാറ്റുവാൻ ദൈവത്തിന് ഹിതമുണ്ടെന്ന ദൈവത്തിന്റെ ആത്മാവിന് പറയാനുള്ളത്. അങ്ങനെ ദാവീദ് കഴിഞ്ഞകാല ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർക്ക് കൊടുത്ത വിടുതലിനെ കുറിച്ച് ഉറക്കെ പറവാനിടയായിത്തീരുന്നു.
ദൈവം കൊടുത്ത നന്മകളെ കുറിച്ച് പറവാനിടയായി തീരുന്നു. തന്റെ ജീവിതത്തിൽ ദൈവം കൊടുത്ത വിടുതലുകളെ കുറിച്ച് പറവാനിടയായി തീരുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളിവിടെ കാണുന്നത്. അത് കഴിഞ്ഞത്തെ വാക്യം കണ്ടോ, 19-ാം വാക്യം നോക്കിയേ. നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും അവനെ വിടുവിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒന്നോർക്കണം, ആത്മീയ ജീവിതത്തിൽ നമുക്ക് അനർത്ഥങ്ങളും പ്രയാസങ്ങളും ഇല്ലെന്നല്ല, പോരാട്ടങ്ങളില്ലെന്നല്ല. പല പ്രാവശ്യം ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകും. എണ്ണാൻ പറ്റത്തില്ല. ഒരു മാസം എത്ര വിധമാകുന്ന പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമെന്ന് നമുക്ക് എണ്ണാൻ പറ്റത്തില്ല. എന്നാൽ നമ്മൾ അതിനെ ഓർത്ത് ആകുലപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു അനർത്ഥം വരുമല്ലോ, എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുമല്ലോ, അങ്ങനെ ഓർത്ത് ആകുലപ്പെടേണ്ട. ആകുലതകൾ നമ്മളെ വിഴുങ്ങിക്കളയുമ്പോഴാണ് ജീവിതത്തിൽ പലവിധമാകുന്ന തകർച്ചകളിലേക്ക് നാം പോകുവാനിടയായി തീരുന്നത്, പിശാച് ജയമെടുക്കുവാനിടയായി തീരുന്നത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. നമ്മൾ അനർത്ഥത്തിന്റെ കാര്യം മാത്രമേ ചിന്തിക്കത്തുള്ളൂ. അതല്ല, അതിന്റെ താഴെ പറഞ്ഞിരിക്കുന്നു അവ എല്ലാറ്റിനും യഹോവ അവനെ വിടുവിക്കുന്നെന്ന്. നമ്മൾ അതിലാണ് വിശ്വസിക്കേണ്ടത്. സാഹചര്യത്തെ അല്ല വിശ്വസിക്കേണ്ടത്, കർത്താവിനെ വിശ്വസിക്കേണ്ടത്, ദൈവത്തെ വിശ്വസിക്കേണ്ടത്. ദൈവത്തെ നോക്കി നിന്ന് കഴിഞ്ഞാൽ സാഹചര്യങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. ഏതുവിധമാകുന്ന അസംഖ്യമാകുന്ന അനർത്ഥങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നോട്ടെ. എന്നാൽ ഒന്നുണ്ട്, ദൈവം നിന്നെ കണ്ടതാണെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതി ഉൾപ്പെട്ടവനാണെങ്കിൽ, നിന്റെ ജീവിതത്തിൽ ശത്രു നിന്നെ എത്ര തകർക്കുവാൻ നോക്കിയാലും, എത്ര ഒതുക്കുവാൻ നോക്കിയാലും, ഇനി നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് പിടിച്ചു കെട്ടിയാലും നീ ഒന്നോർത്തോ, ദൈവം അതിൽ നിന്നെല്ലാം വിടുവിപ്പാൻ ശക്തനും പ്രാപ്തനുമാ. അവന്റെ ശക്തിക്ക് നമ്മുടെ ബുദ്ധിമണ്ഡലങ്ങളെ അളക്കുവാൻ കഴിയാത്ത അളവറ്റ ശക്തി നമ്മുടെ മേൽ പകരപ്പെടുമ്പോൾ ഈ ബന്ധനങ്ങളെ ഇരുട്ടിനെ പൊട്ടിച്ച് നമ്മൾ എഴുന്നേറ്റ് വരുവാനിടയായി തീരും. ഇതാണ് ദൈവത്തിന്റെ വചനത്തിന്റെ വാഗ്ദത്തങ്ങളിൽ പറയുന്നത്. ഈ ഒരുവരും ഒരു ആത്മീയനെ പിടിച്ചു കെട്ടുവാൻ കഴിയത്തില്ല. അഭിഷേകത്തിന്റെ ശക്തിയുള്ളവനെ ആർക്കും ഒതുക്കുവാൻ കഴിയത്തില്ല. അവൻ ആത്മാവിന്റെ ശക്തിയിൽ എഴുന്നേറ്റ് വരുവാൻ ഇടയായി തീരും. കോട്ടകളെ തകർക്കുന്ന ദൈവത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി, കാരാഗ്രഹത്തിന്റെ വാതിലുകളെ അടിസ്ഥാനങ്ങളെ പുതുക്കുന്ന ദൈവത്തിന്റെ ശക്തി. ആരാധിക്കുവാൻ തയ്യാറാണെങ്കിൽ, പ്രാർത്ഥിക്കുവാൻ തയ്യാറാണെങ്കിൽ, അനർത്ഥങ്ങൾ വന്നോട്ടെ, പ്രതിസന്ധികൾ വന്നോട്ടെ, വെല്ലുവിളികൾ വന്നോട്ടെ, എന്നാൽ നീ ഒന്നോർത്തോ, ഇതിനെല്ലാം ഒരു ലിമിറ്റഡ് ടൈം ദൈവം വെച്ചിട്ടുണ്ട്. ആ സമയം വരെ നിന്നോട് ഇതിനൊക്കെ പോരാടാൻ കഴിയത്തുള്ളൂ. ആ ദൈവികമാകുന്ന സമയം കഴിയുമ്പോൾ ദൈവം തന്നെ നിന്നെ അതിൽ നിന്ന് ഉദ്ധരിച്ച് പുറത്തു കൊണ്ടിരുന്ന ദൈവമാ, ആ ഇരുട്ടിൽ നിന്ന് പുറത്തു കൊണ്ടിരുന്ന ദൈവമാ. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. പിന്നെന്തോ, നീ എന്നോട് കൂടി ഇരിക്കുന്നുവല്ലോ, എന്റെ വടിയും കൊണ്ട് ആശ്വസിപ്പിക്കുന്നു. ഇതും പറഞ്ഞത് ആരാന്നറിയാമോ? ദാവീദ് പറഞ്ഞതാ. ദാവീദ് രാട്ടിടെ ബാലനായിരുന്ന സമയത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും പ്രാർത്ഥിച്ച് പാടിയ കാര്യങ്ങളും അവിടെ കാണുന്നത്. എന്തെല്ലാം അനർത്ഥങ്ങൾ വന്നാലും ഞാൻ ഭയപ്പെടത്തില്ലെന്ന്, ഊരിന്റെ അവസ്ഥകൾ എന്റെ ജീവിതത്തിൽ വന്നാലും ഞാൻ ഭയപ്പെടത്തില്ലെന്ന്. കാരണം എന്നാ? എന്റെ ബലമല്ല, എന്റെ ശക്തിയല്ല, എന്നോട് കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകളുടെ ബലമല്ല, എന്നോട് കൂടെ ദൈവത്തിന്റെ കരമുണ്ട്, ദൈവം എന്നോട് കൂടെ നടക്കുന്നു. അതുകൊണ്ട് ഞാൻ ഭയപ്പെടത്തില്ലെന്നാ ദാവീദ് പറവാനിടയായി തീരുന്നത്. അത് കഴിഞ്ഞുള്ള വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കാണുന്ന അവസാന വാക്യങ്ങൾ, 3 വാക്യങ്ങളിലേക്ക് കടന്നു വരാം. അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയുമില്ല. ഇവിടെ അവസാന വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ കാണുന്നത് അവന്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവികമായ വാഗ്ദത്തങ്ങളുണ്ടെങ്കിൽ നമ്മൾ തകർന്നു പോകത്തില്ല, നമ്മൾ ക്ഷീണിച്ചു പോകത്തില്ല, നമ്മൾ പാടിപ്പോകും, ക്ഷീണിച്ചു പോകും, എന്നാൽ നമ്മൾ തകർന്നു പോകത്തില്ല, നിലംപരിചാകത്തില്ല. അതാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, നമ്മുടെ അസ്ഥികളൊന്നും ഒടിഞ്ഞു പോകുകയില്ല. നമ്മൾ കർത്താവിനെ കുറിച്ച് കാണുമ്പോൾ ഒരു വാഗ്ദത്തം ഉണ്ടായിരുന്നു, അവന്റെ അസ്ഥികളൊന്നും ഒടിയുകയില്ലെന്നുള്ള വാഗ്ദത്തം ഉള്ളത് കൊണ്ട് അവൻ കാൽവരിയിൽ ആ കുലക്കളത്തിൽ ആ കുരിശിൽ കിടക്കുമ്പോൾ, ആ ക്രൂശിൽ കിടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? കിടന്നും വലതും കിടന്ന കള്ളന്മാരുടെ കാല് മുട്ട് തല്ലി ഓടിക്കുമ്പോഴും കർത്താവിന്റെ അസ്ഥികളൊന്നും ഒടിയുവാൻ എന്താ സമ്മതിച്ചില്ല. അതിനു മുന്നേ അവൻ പ്രാണനെ വിടുവാനിടയായിരുന്നു. അതാണ് ദൈവത്തിൻ്റെതാകുന്ന വാഗ്ദത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ഒരു അസ്ഥി ഒടിയത്തില്ലെന്ന് പറഞ്ഞാൽ ഒടിയത്തില്ല, ഉവെന്ന് പറഞ്ഞാൽ ഉവെന്ന്, ഇല്ലെന്ന് പറഞ്ഞാൽ ഇല്ലെന്ന്. ദൈവം പറയുന്നത് സംഭവിക്കും. ദൈവം നിന്നെ കുറിച്ച് കണ്ടിരിക്കുന്നത് ദൈവം നിവർത്തിക്കുവാൻ ശക്തനാ. ദൈവത്തിന് നിന്നെ കുറിച്ച് ഒരു പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി നിവർത്തിക്കുവാൻ ശക്തനാകുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നതെന്ന് ഓർക്കണം. ഈ വാക്യത്തിന്റെ അടുത്ത വാക്യം നമ്മൾ നോക്കി, അവയെ അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു. ആരെയാ കൊല്ലുന്നതെന്നറിയാമോ? അനർത്ഥം
നീതിമാനെയല്ല കൊല്ലുന്നത്, ദുഷ്ടനെ കൊല്ലുന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ദുഷ്ടന്റെ ദുഷ്ടത നിമിത്തം അവൻ നശിച്ചു പോകുവാനിടയായി തീരും. ദുഷ്ടൻ നോക്കിയിരിക്കുക, നീതിമാൻ നശിച്ചു പോകുമോ, ഇവൻ നിലം പരിചാകുമോ, ഇവന്റെ തലമുറകൾ നശിക്കുമോ, ഇവന്റെ ജീവിതത്തിൽ ഇവനെ ഒരു ഗതി പരഗതിയുമില്ലാതെ നശിക്കുമോ എന്ന് ദുഷ്ടപിശാച് നോക്കിയിരിക്കുമ്പോൾ, അവന്റെ അനുയായികളാകുന്ന ദുഷ്ടന്മാര് നോക്കിയിരിക്കുമ്പോൾ, ഇവിടെ നമ്മൾ ദൈവവചനത്തിൽ കാണുന്നത് അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നെന്ന് കാണുവാൻ കഴിയുന്നു. അനർത്ഥം ദുഷ്ടന്മാരെ കൊല്ലുവാൻ ഇടയാക്കി തീരുന്നു. അതെങ്ങനെയാണെന്നറിയാമോ? ദൈവം അങ്ങ് അനുവദിച്ചു കൊടുക്കും. ചില ദൈവത്തിന്റെ പ്രവർത്തികൾ അങ്ങനെ ദൈവം അനുവദിച്ചു കൊടുക്കുമ്പോൾ ദുഷ്ടൻ നശിച്ചു പോകും. നീതിമാനെ പായിക്കുന്നവൻ എന്തോ സംഭവിക്കുന്നറിയോ? ശിക്ഷ അനുഭവിക്കുമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. നീതിമാനെതിരെ ദോഷമാകുന്ന പ്രവർത്തികൾ ചെയ്യുകയും വാക്കുകളെ പറയുകയും അങ്ങനെ അവിഖ്യാതികൾ മറിഞ്ഞു വരുത്തുകയും ക്ഷീണിപ്പിക്കുകയും ചെയ്യുന്ന സകല ദുഷ്ടന്മാർക്കും ദൈവത്തിന്റെ കൈ ഭാരമായി തീർന്ന് അവരെ അനർത്ഥത്തിൽ ഈ ഭൂമിയിൽ നിന്ന് അവരുടെ നാമം തലമുറകളും ഛേദിക്കപ്പെട്ടു പോകുന്ന ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത്. നമ്മൾ ആസാഫിന്റെ സങ്കീർത്തനത്തിൽ കാണുന്നുണ്ട്. ഞാൻ അതുവഴി പോയപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്നു, പിന്നത്തേത്തിൽ അതുവഴി പോയപ്പോൾ അവനെ കണ്ടില്ല, ദുഷ്ടനെ കണ്ടില്ല, നിശ്ചയമായും നീ അവരെ വഴിവഴിപ്പിൽ നിർത്തിയിരിക്കുന്നതൊക്കെ അവിടെ പറവാനിടയായി തീരുന്നുണ്ട്. ആ ദുഷ്ടനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുന്നത് അവന് വളരെ സമ്പത്ത് കാണും, വളരെ അനുഗ്രഹങ്ങൾ കാണും, എല്ലാം കാണും. അവന്റെ ജീവിതത്തിൽ അവൻ വളരെ ദുഷ്ടതയും ദൈവമില്ലാത്ത പ്രവൃത്തികളും അവന് വർദ്ധിപ്പിക്കും. ദുഷ്ടനെന്ന് പറഞ്ഞാൽ ദുഷ്ടന് ദൈവമില്ലെന്ന അർത്ഥം. അങ്ങനെയുള്ള ഈ അവസരങ്ങളിൽ ഇവൻ എന്തോ ചെയ്യുമെന്നറിയോ? ദുഷ്ടത വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഒരു സമയമാകുമ്പോൾ ദൈവത്തിന്റെ കൈ അവനെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റിക്കളവാനിടയായി. ദുഷ്ടന്മാരുടെ അവസ്ഥ ഇങ്ങനെയാണ്. ദുഷ്ടന്റെ അവസാനം അങ്ങനെയാണ്. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പായിക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. 22-ാം വാക്യം വളരെ പ്രത്യാശ നൽകുന്ന ഒരു വാക്യമാ. യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. കണ്ടോ, ദൈവത്തിന് തന്റെ ദാസന്മാരോടുള്ള സ്നേഹവും പരിപാലനവും എത്ര വലുതാണെന്നറിയാമോ? ദൈവത്തിന് തന്റെ ഭക്തന്മാരുടെ, തന്റെ ദാസന്മാരുടെ, ദൈവത്തെ വിളിക്കുന്ന ദൈവമക്കളുടെ പ്രാണൻ വിലയേറിയതാ. അതിനെ ദൈവം വീണ്ടുകൊള്ളുന്നു. എന്തിൽ നിന്നെല്ലാം വീണ്ടുകൊള്ളുന്നു? ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുന്നു, ദുഷ്ടന്റെ കയ്യിൽ നിന്ന് വീണ്ടുകൊള്ളുന്നു, ശവക്കുഴിയിൽ നിന്ന് വീണ്ടുകൊള്ളുന്നു, അനർത്ഥങ്ങളിൽ നിന്ന് വീണ്ടുകൊള്ളുന്നു, രോഗത്തിൽ നിന്ന് വീണ്ടുകൊള്ളുന്നു. ഇങ്ങനെ സകലവിധമാകുന്ന പ്രതിസന്ധിക്കകത്ത് കിടന്നാലും കുഴഞ്ഞ ചേറ്റിൽ കിടന്നാലും ഒരു ദൈവ പൈതലിന്റെ പ്രാണനെ ദൈവം എന്തോ ചെയ്യുമെന്നറിയാമോ? നീതിമാന്റെ ദൈവ പൈതലിന്റെ പ്രാണനെ ദൈവം അതിൽ നിന്നെല്ലാം വീണ്ടുകൊള്ളുന്ന ദൈവമാ. ദുഷ്ടം നശിക്കുവാനിടയായി തീരൂ, എന്നാൽ ദൈവ പൈതൽ നശിക്കത്തില്ല. അവന്റെ പ്രാണനെ ദൈവം പിടിപ്പിക്കും. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കത്തില്ല. ദൈവത്തെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കത്തില്ല. നമ്മൾ ദൈവത്തെ സേവിക്കുമ്പോൾ യഥാർത്ഥമായി സ്നേഹിക്കുവാനും യഥാർത്ഥമായി ആരാധിക്കുവാനും യഥാർത്ഥമായി ഒരു വ്യാജമില്ലാതെ ദൈവത്തെ സ്നേഹിക്കുവാനൊക്കെ ഇടയായി തീരണം. കാരണം ഈ കാലത്തിന്റെ അവസാനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു വലിയ ന്യായവിധി ദിവസം ഉണ്ടെന്ന് നാം മനസ്സിലാക്കണം. ആ ഒരു സമയത്ത് നമ്മള് വിധിക്കപ്പെടുവാൻ ഇടയായി തീരല്. നമ്മളെ എന്തോ ചെയ്യണം? ശിക്ഷ അനുഭവിക്കുവാൻ ഇടയായി തീരല്. നമ്മൾ ഉറപ്പും ധൈര്യമുള്ളവരായി ആ ദൈവത്തിന്റെ പാതയിൽ നിൽക്കുവാനിടയായി തീരണം. ദൈവിക കൽപ്പനകളിലനുസരിച്ച് നിൽക്കുവാനിടയായി തീരണമെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. അങ്ങനെ അവൻ യഹോവയുടെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ലെന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഞാൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഓർപ്പിക്കട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും വെല്ലുവിളികൾ വന്നാലും എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്തുവാനിടയായി തീരണം. ഏത് കാലത്തും ഏത് പ്രതിസന്ധിയുടെ കാലത്തും ദൈവത്തെ നമ്മൾ സ്തുതിക്കുവാനും ദൈവത്തെ വാഴ്ത്തുവാനും നമ്മളെ ഇടയായി തീരണം. എങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ, ദാവീദിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രയാസത്തിൽ പോയോ അതിൽ നിന്നെല്ലാം അവന് വിടുതൽ കൊടുത്ത ദൈവം നമ്മളെ വിടുവിക്കുവാനിടയായി തീരത്തുള്ളതെന്ന് നാം ഓർത്തോണം. നാം ദൈവത്തിന്റെ സാക്ഷികളായി നിൽക്കുവാൻ തയ്യാറാകണം. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന വിടുതലുകളെ അടുത്ത തലമുറകളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുവാനിടയായി തീരണം. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനെ മാത്രമേ ദൈവത്തിന്റെ വഴികളും വിടുതലുകളും ഭാവിയിലും കാണുവാനിടയായി തീരത്തുള്ളെന്ന ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത്. ദുഷ്ടന്മാരുടെ കാര്യമൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലയോ? അവരൊക്കെ അനർത്ഥം മൂലം നശിച്ചു പോവാനിടയായി തീരും. എന്നാൽ നീതിമാൻ അനേകം അനർത്ഥങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരും. അവയിലൊന്നും നമ്മൾ നശിച്ചു പോകത്തില്ല. നമ്മളെ ആർക്കും തകർക്കുവാൻ കഴിയത്തില്ല. കാരണം നമ്മൾ സേവിക്കുന്ന ദൈവം, ജീവിക്കുന്ന ദൈവവും ഭൂതാഗോത്രത്തിന്റെ ബാലസിംഹവുമായവനാണെന്ന് നമ്മൾ ഓർത്തോണം. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട.
ഒന്നിനെ ഓർത്ത് ചിന്തിക്കുകയും നിരാശപ്പെടുകയും വേണ്ട. ദൈവ സകലവും നന്മയ്ക്കായിട്ട് നമുക്ക് തരുന്ന ദൈവമാ, സകലവും വഴികളും ദൈവം തുറക്കുന്ന ദൈവമാ. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. തന്റെ ദാസന്മാരുടെ പ്രാണനെതിരെ ശത്രു ദുഷ്ട പിശാചാകുന്ന സിംഹവാ തുറന്നു നിൽക്കുമ്പോൾ നമ്മൾ ദാവീദിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അറിയാം, ദാവീദിന്റെ ആട്ടുകൂട്ടിൽ നിന്ന് ഒരു ആട്ടുകുട്ടിയെ ഒരു സിംഹവും കരടിയും ഒരിക്കൽ പിടിക്കാൻ വന്നപ്പോൾ ദാവീദ് എന്താ ചെയ്തെന്നറിയാമോ? അഭിഷേകമുള്ളവൻ പുറകെ പോയിട്ട് സിംഹത്തിന്റെയും കരടിയുടെ വായിൽ തന്നെ വിടുവിച്ച് അതിനെ അടിച്ചു കൊല്ലുവാനിടയായി തീർന്നു. സിംഹത്തെയും കരടിയും അടിച്ചു കൊല്ലുവാനിടയായി തീർന്നു. ഇങ്ങനെയായിരിക്കണം ആത്മീയ ജീവിതത്തിൽ ഒരു ദൈവവൈദ്യര്, ദുഷ്ട വർഗങ്ങള്, ദുഷ്ട പൈശാചിക ശക്തികള് ആത്മീയ ജീവിതത്തിൽ നമുക്കെതിരെ കടന്നു വരുമ്പോൾ, നമുക്ക് ബന്ധുക്കൾക്കെതിരെ കടന്നു വരുമ്പോൾ, നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾക്കെതിരെ കടന്നു വരുമ്പോൾ എന്തോ ചെയ്യണമെന്നറിയാമോ? ആത്മാവിൽ പ്രാർത്ഥിച്ച്, ദൈവാത്മാവിൽ പ്രാർത്ഥിച്ച് അതിന്റെ ദുഷ്ടന്റെ വായിൽ നിന്ന് അവരെ എടുവിപ്പാൻ പ്രാപ്തനായി തീരത്തക്കോണം ദൈവത്തോട് പ്രാർത്ഥിക്കുവാനിടയായി തീരണം. അങ്ങനെ ദൈവികമാകുന്ന അത്ഭുത വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമായി തീരത്തക്കോണം കാണുവാനിടയായി തീരും. അതുകൊണ്ടാണ് പറഞ്ഞത്, യഹോവ തന്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു. അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കത്തില്ല. ദൈവത്തെ ശരണമാക്കുന്നവരാരും ഒരു ശിക്ഷയിലേക്ക് പോകത്തില്ല. ദുഷ്ടനാണ് ശിക്ഷയിലേക്ക് പോകുന്നത്, സാത്താനാണ് ശിക്ഷയിലേക്ക് പോകുന്നത്. നമ്മൾ ശിക്ഷയിലേക്ക് പോകുവാനല്ല, മറിച്ചോ നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് വളരെ ഉന്നതമാകുന്ന പദവികളെ നൽകുവാനാ, ശ്രേഷ്ഠകരമാകുന്ന അനുഭവത്തിൽ നമ്മളെ സ്വർഗത്തിൽ വസിപ്പിപ്പാനാ, ഇരുത്തുവാനാ ദൈവം ആഗ്രഹിക്കുന്നത്. ആനന്ദത്തിന്റെ ആ അവസ്ഥകളിലേക്ക്, സ്വർഗീയമാകുന്ന അവസ്ഥകളിലേക്ക് കൊണ്ടുപോകാനാ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ജീവിതത്തിൽ അനേക പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വരുമ്പോൾ പിന്തിരിഞ്ഞു പോകാതെ, ക്ഷീണിച്ചു പോകാതെ, വിശ്വാസം ത്യജിച്ച് വിശ്വാസത്യാഗികളായി തീരാതെ ഉറപ്പും ധൈര്യമുള്ളവരായിട്ട് നിൽപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ദൈവസന്നിധി താണിരിക്കുന്നു. ഈ വചനം നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹവും വിടുതലുമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് താണിരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.